നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ചിന്നക്കനാലിൽ ഇരുചക്രവാഹനം അപകടത്തിൽപ്പെട്ട് കുട്ടിയടക്കം ഒരു കുടുംബത്തിലെ 3 പേർ മരിച്ചത് തിടിനഗർ സ്വദേശികളായ ജിൻസി, അഞ്ജലിയുടെ മകൾ അമയ എന്നിവർ. നിയന്ത്രണം നഷ്ടമായ വാഹനം അപകടത്തിൽപ്പെട്ടത് ചിന്നക്കനാൽ ടാങ്ക് കുട്ടിക്ക് സമീപം. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ജില്ലാ കളക്ടർ ഷീബ ജോർജിന്റെ നേതൃത്വത്തിൽ ജില്ലാതല വകുപ്പ് മേധാവികളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിമാരുടെയും യോഗം നടന്നു. മഴക്കാലത്ത് ഡെങ്കി അടക്കമുള്ള കൊതുകുജന്യ രോഗങ്ങൾ ജില്ലയിൽ പടരുന്നത് ഒഴിവാക്കാൻ വിട്ടുവീഴ്ചയില്ലാത്ത മുന്നൊരുക്കങ്ങൾ നടത്തുമെന്ന് ജില്ലാ ഭരണകൂടം. ഹൈക്കോടതി നിയോഗിച്ച അരിക്കൊമ്പൻ വിദഗ്ധ സമിതിക്കെതിരെ വിമർശനവുമായി അതിജീവന പോരാട്ട വേദി. ഹൈറേഞ്ചിൽ നിന്നും കർഷകരെ കുടിയിറക്കുന്നതിന് ശ്രമിക്കുന്ന വിവിധ ഗ്രൂപ്പുകളിൽപ്പെട്ടവരെയാണ് വിദഗ്ധ സമിതി എന്ന പേരിൽ ഹൈക്കോടതി നിയോഗിച്ചതെന്ന് അതിജീവന പോരാട്ട വേദി ചെയർമാൻ റസാഖ് ചൂരവേലിൽ. തികച്ചും അശാസ്ത്രീയമായ റിപ്പോർട്ടാണിപ്പോൾ വിദഗ്ധ സമിതി ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളതെന്നും ആരോപണം. അടിമാലി മാർക്കറ്റിൽ പ്രവർത്തിച്ചിരുന്ന പഞ്ചായത്തിന്റെ അറവുശാല അടച്ചു. നടപടി: അറവുശാല പ്രവർത്തിപ്പിച്ചു വന്നിരുന്നയാൾ അറവ് മാലിന്യങ്ങൾ സമീപത്തെ ജലസ്രോതസ്സിലേക്ക് ഒഴുക്കിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് മാലിന്യം നീക്കം ചെയ്യാൻ അറവുശാല നടത്തിപ്പുകാരന് നിർദ്ദേശം നൽകിയതായും അല്ലാത്തപക്ഷം നിയമ നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ. വിശദമായ വാർത്തകളിലേക്ക്. ചിന്നക്കനാലിൽ ഇരുചക്രവാഹനം അപകടത്തിൽപ്പെട്ട കുട്ടിയടക്കം ഒരു കുടുംബത്തിലെ 3 പേർ മരിച്ചു. തിടിനഗർ സ്വദേശികളായ ജിൻസി, അഞ്ജലിയുടെ മകൾ അമയ എന്നിവരാണ് മരിച്ചത്. ചിന്നക്കനാൽ ടാങ്ക് കുടിക്ക് സമീപം നിയന്ത്രണം നഷ്ടമായ വാഹനം അപകടത്തിൽപ്പെടുകയായിരുന്നു. തിടിനഗർ സ്വദേശി മണികണ്ഠന്റെ ഭാര്യ അഞ്ജലി, മകൾ അമയ, മണികണ്ഠന്റെ സഹോദരൻ സെൽവത്തിന്റെ ഭാര്യ ജെൻസി എന്നിവരാണ് മരിച്ചത്. എറണാകുളം കുമ്പളങ്ങി സ്വദേശിനിയാണ് മരിച്ച അഞ്ജലി. എറണാകുളത്തെ ഒരു സ്വകാര്യ സ്ഥാപനത്തിലാണ് മണികണ്ഠൻ ജോലി ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇവർ കുടുംബസമേതം വീട്ടിലെത്തിയത്. 2 മാസം മുൻപായിരുന്നു സെൽവത്തിന്റെയും ഷൺമുഖവിലാസം സ്വദേശിയായ ജെൻസിയുടെയും വിവാഹം. ഉച്ചയ്ക്ക് ശേഷം അഞ്ജലി മകൾക്കും ജെൻസിക്കുമൊപ്പം സൂര്യനെല്ലിയിൽ പോയി തിരികെ സ്കൂട്ടറിൽ മടങ്ങുമ്പോഴാണ് അപകടമുണ്ടായത്. ചെമ്പകത്തൊഴുകുടി സ്കൂളിന് സമീപത്തുള്ള കുത്തിറക്കത്തിൽ വളവ് തിരിയാതെ അഞ്ജലി ഓടിച്ച സ്കൂട്ടർ 25 അടിയിലധികം താഴെ ഇതേ റോഡിലേക്ക് മറിയുകയായിരുന്നു. സ്കൂട്ടറിൽ നിന്ന് തെറിച്ചു വീണ് തലയ്ക്കും നെഞ്ചിനും ഗുരുതരമായി പരിക്കേറ്റ അമേയ തൽക്ഷണം മരിച്ചു. അഞ്ജലിയെ അടിമാലിയിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും മരിച്ചിരുന്നു. ഇരുവരുടെയും മൃതദേഹം അടിമാലി താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പരിക്കേറ്റ ജെൻസിയെ തേനി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും വഴിയാണ് മരണം സംഭവിച്ചത്. മൂവരുടെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ശാന്തമ്പാറ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. മഴക്കാലത്ത് ഡെങ്കി അടക്കമുള്ള കൊതുകുജന്യ രോഗങ്ങൾ ജില്ലയിൽ പടരുന്നത് ഒഴിവാക്കാൻ വിട്ടുവീഴ്ചയില്ലാത്ത മുന്നൊരുക്കങ്ങൾക്ക് ജില്ലാ ഭരണകൂടം തയ്യാറെടുക്കുന്നു. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ജില്ലാ കളക്ടർ ഷീബ ജോർജ് വിളിച്ചു ചേർത്ത ജില്ലാതല വകുപ്പ് മേധാവികളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിമാരുടെയും ഓൺലൈൻ യോഗമാണ് ഇത് സംബന്ധിച്ച് തീരുമാനം കൈക്കൊണ്ടത്. ഹോട്ടലുകളിലും റിസോർട്ടുകളിലെയും ജലത്തിന്റെ ശുദ്ധത ഉറപ്പുവരുത്തുന്നതിന് ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ വ്യാപക പരിശോധന ഉടൻ ആരംഭിക്കും. ജ്യൂസ് ഷോപ്പുകളും തട്ടുകടകളും അടക്കം ജില്ലയിലെ മുക്കും മൂലയും അരിച്ചുപെറുക്കി പരിശോധന നടത്താൻ പഞ്ചായത്തുകളുടെ സഹകരണവും ഉറപ്പാക്കും. നേതൃത്വം ആരോഗ്യവകുപ്പ് തന്നെയാകും നിർവഹിക്കുക. കേസുകൾ എടുക്കുന്നതിലും നോട്ടീസ് നൽകുന്നതിലും യാതൊരു വിട്ടുവീഴ്ചയും നൽകേണ്ടതില്ലെന്ന് കളക്ടർ നിർദ്ദേശിച്ചു. പൊതുജനങ്ങളുടെ ആരോഗ്യമാണ് പ്രധാനം. കഴിഞ്ഞ 2 വർഷങ്ങളെ അപേക്ഷിച്ച് ഈ വർഷം പകർച്ചവ്യാധികൾ വളരെ കൂടുതലാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഡെങ്കിപ്പനി, മലേറിയ, എലിപ്പനി, ജലജന്യ രോഗങ്ങൾ തുടങ്ങിയ പകർച്ചവ്യാധികൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ആരോഗ്യ ജാഗ്രതാ കലണ്ടർ പ്രകാരമുള്ള ഊർജിത പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളും ഉറവിട നശീകരണ പ്രവർത്തനങ്ങളും ശക്തിപ്പെടുത്തേണ്ടതുണ്ടെന്ന് കളക്ടർ അറിയിച്ചു. ഡെങ്കിപ്പനി ഹോട്ട്സ്പോട്ടുകളായി കണ്ടെത്തിയ സ്ഥലങ്ങളിൽ പ്രത്യേക ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി പ്രവർത്തനങ്ങൾ നടത്തും. ത്രിതല പഞ്ചായത്തുകൾ ആരോഗ്യവകുപ്പുമായി ചേർന്ന വാർഡ് തല ശുചിത്വ കമ്മിറ്റികളുടെ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തും. മെയ് 20 മുൻപ് കൊതുക് നശീകരണ പ്രവർത്തനങ്ങളും ക്ലോറിനേഷൻ ഡ്രൈവും പൂർത്തീകരിക്കും. തൊഴിലുറപ്പ് പദ്ധതികൾക്ക് പോകുന്നവർ എലിപ്പനിക്കെതിരെയുള്ള ഗുളിക കഴിച്ചു എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. മലേറിയ കേസുകൾ ജില്ലയിൽ കൂടുതലായി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് മൈഗ്രന്റ് സ്ക്രീനിംഗ് തൊഴിൽ വകുപ്പ് ഉറപ്പുവരുത്തും. മാലിന്യങ്ങൾ വലിച്ചെറിയുക, കത്തിക്കുക, പൊതു ഇടങ്ങളിൽ നിക്ഷേപിക്കുക, ഒഴുക്കി വിടുക തുടങ്ങിയ നിയമലംഘനങ്ങൾക്കെതിരെ നിലവിലുള്ള വകുപ്പുകൾ പ്രകാരം കർശന നടപടികൾ സ്വീകരിക്കും. ഇതിനായി സ്പെഷ്യൽ സ്ക്വാഡ് രൂപീകരിക്കാനും യോഗത്തിൽ തീരുമാനമായി. ജലസംഭരണ ടാങ്കുകളിൽ നിന്നുള്ള വെള്ളം അരിച്ച് ഉപയോഗിക്കാൻ ജനങ്ങൾ ശ്രദ്ധിക്കണം. മാലിന്യ പരിപാലനം ഉറപ്പുവരുത്തുന്നതിനായി വാതിൽപ്പടി ശേഖരണം, സംഭരണം, MCF
RRAF എന്നിവിടങ്ങളിൽ നിന്നുള്ള മാലിന്യ നീക്കം, ഡ്രൈഡേ ആചരണം, ഓടകൾ വൃത്തിയാക്കൽ, ജലസ്രോതസ്സുകളുടെ ശുചീകരണം, ക്ലോറിനേഷൻ പ്രവർത്തനങ്ങൾ, ജലസ്രോതസ്സുകളിലേക്ക് മാലിന്യ നിക്ഷേപം തടയുന്ന നടപടികൾ, ജലാശയങ്ങളിലേക്ക് ഒഴുകിയെത്തുന്ന കൈവഴികളുടെയും ഓടകളുടെയും ശുചീകരണം എന്നിവയും കാര്യക്ഷമമായി നടപ്പാക്കാൻ യോഗം തീരുമാനിച്ചു. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളിൽ അതാത് പഞ്ചായത്തുകൾക്ക് വലിയ പങ്കാണുള്ളതെന്നും ശുചിത്വ മിഷൻ അടക്കമുള്ള ഏജൻസികൾ അവ മികച്ച രീതിയിൽ ഏകോപിപ്പിക്കേണ്ടതുണ്ടെന്നും കളക്ടർ പറഞ്ഞു. ഹൈക്കോടതി നിയോഗിച്ച അരിക്കൊമ്പൻ വിദഗ്ധ സമിതിക്കെതിരെ വിമർശനവുമായി അതിജീവന പോരാട്ടവേദി. ഹൈറേഞ്ചിൽ നിന്നും കർഷകരെ കുടിയിറക്കുന്നതിന് ശ്രമിക്കുന്ന വിവിധ ഗ്രൂപ്പുകളിൽപ്പെട്ടവരെയാണ് വിദഗ്ധ സമിതി എന്ന പേരിൽ ഹൈക്കോടതി നിയോഗിച്ചതെന്ന് അതിജീവന പോരാട്ടവേദി ചെയർമാൻ റസാഖ് ചൂരവേലിൽ പറഞ്ഞു. കൃത്യമായി സർക്കാർ ഇക്കാര്യത്തിൽ ഇടപെടൽ നടത്താതെ ഒഴിഞ്ഞു നിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. തികച്ചും അശാസ്ത്രീയമായ റിപ്പോർട്ടാണിപ്പോൾ വിദഗ്ധ സമിതി ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. ഇക്കാര്യത്തിൽ സർക്കാരും രാഷ്ട്രീയ പാർട്ടികളും നിലപാട് വ്യക്തമാക്കണമെന്നും റസാഖ് ചൂരവേലിൽ ആവശ്യപ്പെട്ടു. മലയോര ജനതയെ കുടിയിറക്കുന്നതിനും അവരുടെ സാമൂഹിക ജീവിതം അവസാനിപ്പിക്കുന്നതിനും കാലങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വിവിധ ഗ്രൂപ്പുകളിൽപ്പെട്ടവരെയാണ് വിദഗ്ധ സമിതി എന്ന പേരിൽ കേരള ഹൈക്കോടതി നിയോഗിച്ചത്. കൃത്യമായിട്ട് ഗവൺമെൻറ് ആ കാര്യത്തിൽ വേണ്ട ഇടപെടൽ നടത്താതെ ഒഴിഞ്ഞു നിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്ന് മനുഷ്യ വന്യജീവി സംഘർഷം എന്ന പേരിൽ ഇവർ അവതരിപ്പിക്കുന്ന ഈ കാര്യങ്ങൾ ഏകപക്ഷീയമായ മൃഗ ആക്രമണമാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. കൃത്യമായിട്ടും അശാസ്ത്രീയമായ ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ ഹൈക്കോടതിക്ക് സമർപ്പിച്ചിട്ടുള്ളത്. വാഹന ഗതാഗതം നിരോധിക്കുക, അതുപോലെ തന്നെ 7 മണിക്ക് ശേഷമുള്ള സഞ്ചാരം നിരോധിക്കുക, അങ്ങനെ സംഘർഷത്തെ നിയന്ത്രിക്കാൻ പറ്റുന്ന യാതൊരു ഉപാധിയുമില്ലാത്ത അശാസ്ത്രീയമായ ബുദ്ധിശൂന്യമായ റിപ്പോർട്ടാണ് നൽകിയിരിക്കുന്നത്. ശക്തമായി അതിനെ എതിർക്കും. അടിമാലി മാർക്കറ്റിൽ പ്രവർത്തിച്ചിരുന്ന പഞ്ചായത്തിന്റെ അറവുശാല അടച്ചു. അറവുശാല ഇതുവരെ പ്രവർത്തിപ്പിച്ചു വന്നിരുന്നയാൾ അറവ് മാലിന്യങ്ങൾ സമീപത്തെ ജലസ്രോതസ്സിലേക്ക് ഒഴുക്കിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. ഈ മാലിന്യം നീക്കം ചെയ്യാൻ അറവുശാല നടത്തിപ്പുകാരന് നിർദ്ദേശം നൽകിയതായും അല്ലാത്തപക്ഷം നിയമ നടപടി സ്വീകരിക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. അടിമാലി ടൗണിലെ മാർക്കറ്റിലായിരുന്നു പഞ്ചായത്തിന് കീഴിലുള്ള അറവുശാല പ്രവർത്തിച്ചു വന്നിരുന്നത്. സ്വകാര്യ വ്യക്തി അറവുശാല ലേലത്തിൽ എടുത്തായിരുന്നു അറവുശാല പ്രവർത്തിപ്പിച്ചിരുന്നത്. നിലവിൽ അറവുശാല ഗ്രാമപഞ്ചായത്ത് അടപ്പിച്ചിരിക്കുകയാണ്. സ്ഥാപനം ഇതുവരെ പ്രവർത്തിപ്പിച്ചു വന്നിരുന്നയാൾ അറവ് മാലിന്യങ്ങൾ സമീപത്തെ ജലസ്രോതസ്സിലേക്ക് ഒഴുക്കിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടിയെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. ഇന്ന് പഞ്ചായത്ത് ജീവനക്കാരും ആരോഗ്യവകുപ്പ് ജീവനക്കാരും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ ഈ സ്ഥാപനത്തിൽ നിന്നും കന്നുകാലികളെ കൊല്ലുന്നതിൻ്റെ രക്തവും വേസ്റ്റ് വെള്ളവും സഹിതം തൊട്ടടുത്തുള്ള തോട്ടിലേക്ക് ഒഴുക്കി വിടുന്നതായി കണ്ട് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനാനുമതി നിഷേധിച്ചുകൊണ്ട് തുടർന്ന് പ്രവർത്തിക്കേണ്ട എന്ന് പറഞ്ഞ സ്ഥാപനം അടച്ചുപൂട്ടുന്നതിനുള്ള നോട്ടീസ് നൽകുകയും ഈ സ്ഥാപനത്തിനെ അടച്ചുപൂട്ടുകയും ചെയ്തിരിക്കുന്നത്. ഇത്തരം പ്രവർത്തനങ്ങൾ വളരെ കർശനമായി നിരീക്ഷിക്കേണ്ടതും നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ഉൾപ്പെടെയുള്ള കോടതി പോലുള്ള സ്ഥാപനങ്ങൾ വളരെ കർശനമായി നിരീക്ഷിക്കുന്നതുമാണ്. നിരവധി തവണ വാണിംഗ് നൽകിയിട്ടുള്ളതുമാണ്. അപ്പോൾ എന്നിട്ട് പോലും രണ്ടാമത്തെ തവണ വീണ്ടും ഇത് ഉണ്ടായതുകൊണ്ടാണ് അതിൻ്റെ സ്ഥാപനം അടച്ചുപൂട്ടുന്നതിന് തന്നെ നോട്ടീസ് നൽകിയിട്ടുള്ളത്. അറവുശാലയിൽ നിന്നും മാലിന്യം സമീപത്തെ ഓടയിലേക്ക് എത്തുന്നുവെന്ന പരാതി മുൻപ് പലതവണ ഉയർന്നിട്ടുണ്ട്. അറവുശാല പരിസരം വൃത്തിഹീനമാണെന്നും ആക്ഷേപമുയർന്നിരുന്നു. ഓടയിലേക്ക് എത്തുന്ന മാലിന്യം ഒഴുകിച്ചെന്ന് ചേരുന്നത് ദേവിയാർ പുഴയിലേക്കാണ്. ഇതും പരാതികൾക്കിടവരുത്തി. പരാതി ഉയർന്നതോടെ പഞ്ചായത്ത് അധികൃതരും ആരോഗ്യവകുപ്പും പരിശോധന നടത്തി. ഇതിനുശേഷം നടപടി കൈക്കൊള്ളുകയായിരുന്നുവെന്നാണ് പഞ്ചായത്തിന്റെ വിശദീകരണം. ഈ മാലിന്യം നീക്കം ചെയ്യാൻ അറവുശാല നടത്തിപ്പുകാരന് നിർദ്ദേശം നൽകിയതായും അല്ലാത്തപക്ഷം നിയമ നടപടി സ്വീകരിക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. നിലവിൽ അറവുശാല നടത്തി വന്നിരുന്നയാളുടെ ലേല കാലാവധി കഴിഞ്ഞതായും അധികൃതർ വ്യക്തമാക്കി. ഇനി HCN വാർത്താ പരമ്പര കുരുക്കഴിയാത്ത കട്ടപ്പന. കട്ടപ്പന നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം എന്നോണം സ്ഥാപിച്ച വിവിധ ഗതാഗത നിയന്ത്രണ ബോർഡുകൾ നോക്കുകുത്തികൾക്ക് സമം. അനധികൃത പാർക്കിങ്ങും ട്രാഫിക് ലംഘനങ്ങൾ മൂലവും ഗതാഗതക്കുരുക്കിൽ വീർപ്പുമുട്ടുകയാണ് നഗരം. ദിനംപ്രതി വാഹനപ്പെരുപ്പം വർദ്ധിക്കുമ്പോഴും കട്ടപ്പന നഗരസഭയുടെ ട്രാഫിക് പരിഷ്കരണങ്ങൾ പിന്നോട്ടാണ്. ഓരോ ദിവസവും വലിയ ഗതാഗതക്കുരുക്കിനെയാണ് നഗരം അഭിമുഖീകരിക്കുന്നത്. ടൗണിന്റെ വിവിധയിടങ്ങളിൽ ഗതാഗത നിയന്ത്രണ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ അവയെല്ലാം നോക്കുകുത്തികൾക്ക് സമമാണെന്ന് മാത്രം.
ടൗണിന്റെ വിവിധയിടങ്ങളിൽ നോ പാർക്കിംഗ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും അനധികൃത പാർക്കിങ്ങിന് ഒരു അയവും വന്നിട്ടില്ല. ചെറുവഴികളിൽ നിന്നും പ്രധാന വഴിയിലേക്ക് വാഹനം കയറി വരുന്ന ഭാഗങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന നിയന്ത്രണ ബോർഡുകളും ഡ്രൈവർമാർ ശ്രദ്ധിക്കുന്നില്ല എന്നതാണ് വസ്തുത. ബോർഡുകളെ അവഗണിച്ചുകൊണ്ട് പ്രധാന റോഡുകളിലേക്ക് വാഹനങ്ങൾ കയറി വരുന്നതോടെ കട്ടപ്പന നഗരത്തിന്റെ വിവിധയിടങ്ങളിൽ ഗതാഗതക്കുരുക്കും രൂക്ഷമാകും. ഇതിനു പുറമെ നിരവധി ബൈപ്പാസ് റോഡുകളടക്കം ഉപയോഗശൂന്യമായി കിടക്കുമ്പോഴും ആളുകൾ പ്രധാന റോഡിനെ മാത്രം ആശ്രയിക്കുന്നത് നഗരത്തിനെ ഗതാഗതക്കുരുക്കിലേക്ക് നയിക്കുകയാണ്. കട്ടപ്പനയിലെ അനുദിനം രൂക്ഷമാകുന്ന ഗതാഗത കുരുക്ക് അടിയന്തരമായി പരിഹരിച്ചില്ലെങ്കിൽ കട്ടപ്പനയുടെ വികസനം വലിയ അപകടത്തിലേക്കാണ്. ഇടുക്കിക്കവല മുതൽ പഴയ പഞ്ചായത്ത് മൈതാനം വരെയുള്ള സ്ഥലം അടിയന്തരമായി വൺ വേ ആക്കി മാറ്റിയിടുകയും കട്ടപ്പന സെൻട്രൽ ജംഗ്ഷനെ കേന്ദ്രീകരിച്ചുള്ള ട്രാഫിക് പരിഷ്കാരങ്ങൾ മാറ്റുകയും ചെയ്യേണ്ടതാണ് അടിയന്തരം. ജനങ്ങൾക്ക് ഒന്ന് ഇറങ്ങി നിൽക്കണമെങ്കിൽ കടകളുടെ തിണ്ണയിലേക്ക് കയറുന്നു. വ്യാപാര സ്ഥാപനങ്ങൾ അവരുടെ സാധനം ഡിസ്പ്ലേ ചെയ്ത് റോഡിലേക്ക് ഇറക്കി വെക്കുന്ന അവിടെ കയറി ആൾക്കാർ നിൽക്കേണ്ട സ്ഥിതിയാണ്. നമ്മുടെ റോഡുകൾ ഒരിക്കലും വലുതാകുന്നില്ല, റോഡുകൾ ചെറുതായി വരികയാണ്. അപ്പോൾ എല്ലാ വാഹനവും കട്ടപ്പന സെൻട്രൽ ജംഗ്ഷൻ വഴി കേന്ദ്രീകരിച്ച് പോകുന്നത് അപകടകരമായ സാഹചര്യം. കട്ടപ്പന പുതിയ സ്റ്റാൻഡ് ഉണ്ടായെങ്കിലും നമ്മുടെ ഗതാഗത പ്രശ്നത്തിന് അതൊരു പരിഹാരമാകുന്നില്ല. പുതിയ സ്റ്റാൻഡിൽ നിന്ന് കുമളി ഭാഗത്തേക്കും തൊടുപുഴ ഭാഗത്തേക്കും ഒക്കെയുള്ള വാഹനങ്ങൾ കട്ടപ്പന സെൻട്രൽ ജംഗ്ഷൻ കൂടി പോകുന്നത് അപരിഷ്കൃതമാണ്, വലിയ തിരക്കുണ്ടാക്കുകയാണ്. കുമളി ഭാഗത്തേക്കുള്ള ബസ് ഇപ്പോഴും ഏറ്റവും ഇടുങ്ങിയ വഴിയുള്ള കുന്തളമ്പാറ റോഡിലൂടെ കയറി പോകുന്നത് ഗതാഗത കുരുക്കുണ്ടാക്കുന്നു. ആൾക്കാർക്ക് ഇന്ന് ക്രോസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നു. അവിടെയുള്ള ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് തിരിയാനിടയില്ലാത്ത സാഹചര്യം. ഈ അടിയന്തരമായി ഇത്തരം കാര്യങ്ങളുടെ ഒരു പരിഹാരം കട്ടപ്പന നഗരസഭ ഉണ്ടാക്കേണ്ടത്. ജനങ്ങളോട് കട്ടപ്പനയുടെ ട്രാഫിക് പരിഷ്കരണത്തിന് ഉള്ള നിർദ്ദേശങ്ങൾ ചോദിച്ച് ജനങ്ങളുടെ അഭിപ്രായം കൂടെ ചെയ്യുകയാണ്. അടിയന്തരമായി അത് നടപ്പിലാക്കണം. കട്ടപ്പനയുടെ വികസനം ഇത്രയും 10,000-കണക്കിന് ആൾക്കാർ വരുന്ന ഈ ഒരു പ്രദേശം ആൾക്കാർക്ക് കൂടി എങ്ങനെ പ്രയോജനപ്പെടും എന്ന് നോക്കി അടിയന്തരമായി ഉപവഴികൾ ഉപയോഗിച്ച് വൺവേ സംവിധാനം ഏർപ്പെടുത്തി ഇത് പരിഷ്കരിച്ചില്ലെങ്കിൽ കട്ടപ്പന ടൗണിലേക്ക് ഒരു ദിനവും ഒരാവശ്യത്തിനും വരാത്ത ഒരു സാഹചര്യം വരും. നമ്മൾ ടൂറിസവുമായി ബന്ധപ്പെട്ട് വരുന്ന യാത്രാ വാഹനങ്ങളൊക്കെ വലിയ പ്രതിസന്ധിയിലാണ്. ആൾക്കാർ ടൗണിലേക്ക് കയറാൻ മേലാത്ത സാഹചര്യം. അടിയന്തരമായി ഇത് പരിഹരിച്ചില്ലെങ്കിൽ കട്ടപ്പനയുടെ മുമ്പോട്ടുള്ള പോക്ക് വലിയ ബുദ്ധിമുട്ടിലാകും എന്നാണ് പറയുന്നത്. പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ മുൻപ് അനധികൃത പാർക്കിംഗ് അടക്കമുള്ള ട്രാഫിക് നിയന്ത്രണങ്ങൾ തെറ്റിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടലും കുറഞ്ഞു. കട്ടപ്പന സെൻട്രൽ ജംഗ്ഷൻ, ഇടശ്ശേരി ജംഗ്ഷൻ, ഇടുക്കിക്കവല, ചേനാട്ടുമറ്റം ജംഗ്ഷൻ, പള്ളിക്കവല, സബ് ട്രഷറി റോഡ്, മാർക്കറ്റ് റോഡ്, കുന്തളമ്പാറ റോഡ് എന്നിവിടങ്ങളിലാണ് ഗതാഗത തടസ്സം രൂക്ഷമാകുന്നത്. ട്രാഫിക് നിയന്ത്രണ ബോർഡുകളും ഗതാഗത പരിഷ്കരണങ്ങളും കാര്യക്ഷമമാക്കുന്നതിനൊപ്പം ജനങ്ങൾക്ക് കൃത്യമായ ബോധവൽക്കരണം നൽകുക കൂടി ചെയ്തെങ്കിൽ മാത്രമേ കട്ടപ്പനയെ ഞെരുക്കുന്ന ഗതാഗത പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ സാധിക്കൂ. കൊട്ടാരക്കര ദിണ്ടിഗൽ ദേശീയപാതയിൽ കുട്ടിക്കാനം മരിയഗിരി സ്കൂളിന് സമീപം ബസും കാറും കൂട്ടിയിടിച്ച അപകടത്തിൽ കാർ യാത്രികരായ 3 പേർക്ക് പരിക്കേറ്റു. അപകടത്തിൽപ്പെട്ട കാർ പൂർണ്ണമായും തകർന്നു. കുമളിയിൽ നിന്നും ഏലപ്പാറയ്ക്ക് വരികയായിരുന്ന സ്വകാര്യ ബസും എറണാകുളത്ത് നിന്ന് പീരുമേട് പരുന്തുംപാറയ്ക്ക് പോവുകയായിരുന്ന കാറും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. അപകടത്തിൽ കാർ യാത്രികരായ 3 പേർക്ക് പരിക്കേറ്റു. കാർ പൂർണ്ണമായും തകർന്നു. കാറിലുണ്ടായിരുന്നവർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. മുൻപിൽ പോകുകയായിരുന്ന വാഹനത്തെ മറികടന്നു വന്ന കാർ അമിത വേഗത്തിലെത്തി ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. കാറിന്റെ ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. പരിക്കേറ്റ കാർ യാത്രികരെ പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പീരുമേട് പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. അപകടത്തിൽ ബസ്സിനും കാര്യമായ കേടുപാടുകൾ സംഭവിച്ചു. ദേശീയപാതയിൽ കുട്ടിക്കാനം തട്ടാത്തിക്കാനത്തിനും മരിയഗിരി സ്കൂളിനുമിടയിൽ വാഹനാപകടങ്ങൾ പതിവായിരിക്കുകയാണ്. രാത്രിയിൽ കരടിക്ക് മുന്നിൽപ്പെട്ട കർഷകൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വണ്ടിപ്പെരിയാർ വള്ളക്കടവ് കുന്നത്തുപതിയിൽ സിബിയാണ് കരടിയുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടത്. കഴിഞ്ഞ ദിവസം രാത്രി 9:30 വണ്ടിപ്പെരിയാർ വള്ളക്കടവ് റോഡിൽ അമ്പലപ്പടിക്ക് സമീപമായിരുന്നു സംഭവം. രാത്രി വീട്ടിലിരുന്ന സിബി വളർത്തുനായ്ക്കൾ കുരയ്ക്കുന്നത് കേട്ട് ടോർച്ചുമായി പുറത്തേക്കിറങ്ങി. തുടർന്ന് മെയിൻ റോഡിലേക്കിറങ്ങിയ സിബിയുടെ നേരെ റോഡരികിൽ നിന്നിരുന്ന കരടി പാഞ്ഞടുക്കുകയായിരുന്നു. തുടർന്ന് കയ്യിലുണ്ടായിരുന്ന ടോർച്ച് കരടിയുടെ മുഖത്തേക്ക് തെളിയിക്കുകയും ബഹളം വയ്ക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് കരടി റോഡിൽ നിന്നും പെരിയാർ നദിയുടെ ഭാഗത്തേക്ക് ഓടിമറഞ്ഞു.
പിന്നീട് സിബി പ്രാണരക്ഷാർത്ഥം വീട്ടിലേക്ക് ഓടിക്കയറി. കഴിഞ്ഞ കുറെ നാളുകളായി ഈ പ്രദേശത്ത് രാത്രികാലങ്ങളിൽ കരടിയുടെ ശബ്ദം കേൾക്കാറുള്ളതായി പ്രദേശവാസികൾ പറഞ്ഞു. ഒരു കരടി മാത്രമാണെന്ന് തോന്നുന്നില്ല. മേളിൽ കരോട്ട് എനിക്ക് വേറൊരു പറമ്പുണ്ട്, അവിടെ ഇന്നലെ വന്ന് ഉണ്ടായിരുന്ന തേനും എല്ലാം മാന്തി എടുത്തിട്ടുണ്ട്. ഇത് ഒന്നിൽ കൂടുതൽ കരടി ഉള്ളതായിട്ടാണ് തോന്നുന്നത്. അന്നേരം ഞാനിവിടെ ഭയങ്കര പട്ടികൂടെയായിരുന്നോണ്ട് ഇറങ്ങി നോക്കാൻ വന്നതാണ്. ഇറങ്ങി നോക്കാൻ വന്നപ്പോൾ ഇവിടെ ഞാൻ അങ്ങോട്ട് തിരിഞ്ഞ് ലൈറ്റ് അടിച്ചു. എൻ്റെ ഇവിടുന്ന് ഓടി ഇങ്ങോട്ട് ഇവിടം വരെ എൻ്റെ പുറകെ വന്നു. ഞാനിന്നിട്ട് തിരിഞ്ഞ് നോക്കിയപ്പോൾ ലൈറ്റ് അടിച്ചപ്പോഴത്തേക്ക് ഇവിടുന്ന് തിരിച്ച് ഇറങ്ങി അതിലൂടെ ഇറങ്ങി അങ്ങ് പോയി. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ രാത്രികാലങ്ങളിൽ മേഖലയിൽ പെട്രോളിംഗ് ശക്തമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. SNDP യോഗം മലനാട് യൂണിയന്റെ സുവർണ ജൂബിലി ആഘോഷ സമാപനവും ജൂബിലി സ്മാരക മന്ദിര ഉദ്ഘാടനവും ഞായറാഴ്ച നടക്കും. യോഗം ജനറൽ സെക്രട്ടറി ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ ഗുരുദേവ കീർത്തിസ്തംഭത്തിന് ലഭിച്ച ലോക റെക്കോർഡും പ്രഖ്യാപിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കട്ടപ്പനയുടെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ മറ്റ് സംഘടനകൾക്കൊപ്പം നേതൃത്വം നൽകുന്ന SNDP യോഗം മലനാട് യൂണിയൻ സുവർണ ജൂബിലിയുടെ നിറവിലാണ്. ഈ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടിയാണ് കട്ടപ്പന നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗുരുദേവ കീർത്തിസ്തംഭത്തിന് ഏറ്റവും ഉയരം കൂടിയ ക്ഷേത്രത്തിനുള്ള ലോക റെക്കോർഡ് ലഭിച്ചത്. ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ റെക്കോർഡ് പ്രഖ്യാപനം നടത്തും. ഇതേ ചടങ്ങിൽ വെച്ച് സുവർണ ജൂബിലി ആഘോഷ സമാപനവും ജൂബിലി സ്മാരക മന്ദിര ഉദ്ഘാടനവും നടക്കുമെന്ന് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കട്ടപ്പന നഗരസഭയുടെ വളർച്ചയ്ക്കൊപ്പം മലനാട് SNDP യൂണിയനും പുതിയ ഒരു സംരംഭത്തിന് തുടക്കം കുറിക്കുകയാണ്. യൂണിയൻ്റെ ഉടമസ്ഥതയിലുള്ള കട്ടപ്പന വില്ലേജ് ഓഫീസിന് എതിർവശമായി വരുന്ന വസ്തുവിൽ 3 നിലകളിലായി 20,000 സ്ക്വയർ ഫീറ്റോളം വരുന്ന ഒരു ബിൽഡിംഗ് പൂർത്തിയാക്കാൻ സാധിച്ച സന്തോഷമായ വാർത്ത അറിയാം. ഈ കെട്ടിടത്തിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ ബിസിനസ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വിധത്തിൽ പിന്നെയുള്ള 2 നിലകളിലായി 14 വീടുകൾ 14 ഫാമിലിക്ക് താമസിക്കുന്ന വിധത്തിലാണ് ഈ കെട്ടിടം പൂർത്തീകരിച്ചിട്ടുള്ളത്. കട്ടപ്പന ടൗണിൽ നിരവധിയായ ബാങ്ക് ഉദ്യോഗസ്ഥരും ഗവൺമെൻറ് ജീവനക്കാരും അധ്യാപകരുമൊക്കെ താമസ സൗകര്യം അന്വേഷിക്കുന്നു എന്ന ഒരറിവാണ് ഇങ്ങനെ പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു കെട്ടിടം പൂർത്തിയാക്കാൻ പ്രചോദനമായി. 2 ബെഡ്റൂമും അടുക്കളയും ലിവിംഗ് റൂമും വർക്ക് ഏരിയയും ഉൾപ്പെടെ ആധുനിക ടോയ്ലറ്റ് സംവിധാനത്തോടു കൂടിയാണ് ഓരോ ഫാമിലിക്കുമുള്ള സൗകര്യമൊരുക്കിയിട്ടുള്ളത്. ഈ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം ഈ മാസം 5-ാം തീയതി ഈ വരുന്ന ഞായറാഴ്ച 4 മണിക്ക് SNDP യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവർക്ക് നിർവഹിക്കുകയാണ്. ഈ അവസരത്തിൽ മറ്റൊരു സന്തോഷ വാർത്ത കൂടി പൊതുസമൂഹത്തെ ഞങ്ങൾ അറിയിക്കുകയാണ്. മതസൗഹാർദ്ദത്തിൻ്റെ പ്രകാശഗോപുരമായി കട്ടപ്പന ടൗണിൽ നിലകൊള്ളുന്ന ഗുരുദേവ കീർത്തിസ്തംഭത്തിന് തമിഴ്നാട് ഗവൺമെൻറ്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം വേൾഡ് ഫൗണ്ടേഷൻ എന്ന സ്ഥാപനത്തിൻ്റെ കീഴിൽ അവരുടെ സർവേയുടെ അടിസ്ഥാനത്തിൽ കലാംസ് വേൾഡ് റെക്കോർഡ് എന്ന നാമത്തിൽ ഏഷ്യയിലെ തന്നെ ഒരു പക്ഷേ അവരങ്ങനെയാണ് ഒരു അവാർഡ് പറഞ്ഞിട്ടുള്ളത് എങ്കിലും ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഗുരുദേവ ക്ഷേത്രം എന്ന നിലയിലുള്ള ഒരു അവാർഡാണ് ലഭ്യമായിട്ടുള്ളത്. ഗോൾഡ് കോയിനും സർട്ടിഫിക്കറ്റും മെഡലും മെമൻറ്റോയും ഒക്കെ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ആ അവാർഡിൻ്റെ സമർപ്പണം അന്നേ ദിവസം SNDP യോഗം ജനറൽ സെക്രട്ടറി കയ്യിൽ നിന്നും ഈ ട്രസ്റ്റിൻ്റെ ഭാരവാഹികളിൽ നിന്നും ശിവഗിരി മഠം സന്യാസി സെഷൻ ഗുരുപ്രകാശം സ്വാമി മലനാട് SNDP യൂണിയന് വേണ്ടി ഏറ്റുവാങ്ങുകയാണ്. 3 നിലകളിലായി 14 അപ്പാർട്ട്മെന്റുകളും ഷോപ്പിംഗ് കോംപ്ലക്സും അടങ്ങുന്നതാണ് സ്മാരക മന്ദിരം. ഉദ്ഘാടന യോഗത്തിൽ SN ട്രസ്റ്റ് ഡയറക്ടർ ബോർഡ് അംഗം പ്രീതി നടേശൻ, SNDP യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി, അരേക്കണ്ടി സന്തോഷ്, ഗുരുപ്രകാശം സ്വാമികൾ തുടങ്ങിയവർ വിശിഷ്ട അതിഥികളായിരിക്കും. യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ അധ്യക്ഷത വഹിക്കും. SNDP യോഗം ശാഖാ ഭാരവാഹികൾ, പോഷക സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. വാർത്താസമ്മേളനത്തിൽ യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ, വിനോദ് ഉത്തമൻ, PR മുരളീധരൻ, ഷാജി പുള്ളൂലിൽ, മനോജ് അപ്പാന്താനം, KK രാജേഷ്, PS സുനിൽകുമാർ എന്നിവർ പങ്കെടുത്തു. സീഡ് സൊസൈറ്റിയുടെ സുവർണ വാർഷിക പദ്ധതിയുടെ ഭാഗമായി സീഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിലെ 8 ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നായി ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ 8 ഗ്രാമപഞ്ചായത്തുകളിലാണ് സൊസൈറ്റി
പ്രവർത്തിക്കുന്നത്. സൊസൈറ്റിയുടെ കീഴിൽ മാത്രം 5000-ഓളം അംഗങ്ങളുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ വിവിധങ്ങളായ പ്രവർത്തനങ്ങളാണ് സൊസൈറ്റി നടത്തിയിട്ടുള്ളത്. ജൈവഗ്രാമം പദ്ധതിയുടെ ഭാഗമായാണ് സീഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. സീഡ് ഫെസ്റ്റിന്റെ ഭാഗമായി വിവിധ പദ്ധതികളുടെ സ്റ്റോർ, നാളിതുവരെ നടത്തിയ പ്രവർത്തനങ്ങളുടെ ചിത്രപ്രദർശനം എന്നിവ ശ്രദ്ധേയമായിരുന്നു. നഗരസഭാ ഗ്രൗണ്ടിൽ നടന്ന പരിപാടി സ്പിയാർട്സ് ചെയർപേഴ്സൺ ഷീബ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യപരമായും സാമ്പത്തികപരമായും നമ്മുടെ സ്ത്രീകൾ, എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ കോർഡിനേറ്റേഴ്സിൽ കൂടുതൽ പേരും സ്ത്രീകളാണ്. ഒരു 75% കോർഡിനേറ്റേഴ്സ് സ്ത്രീകളാണ്. അവർ ഒരു പരിധിവരെ അടുക്കളയിൽ മാത്രം ഒതുങ്ങിക്കഴിഞ്ഞ പല സ്ത്രീകൾക്കും ഇന്ന് വെളിയിലേക്ക് വരുവാനും സമൂഹത്തിൽ നല്ലൊരു സ്ഥാനത്ത് അവരെത്തുവാനും സാമ്പത്തികമാണ്. അതാണല്ലോ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള കാര്യം. ഓരോ സ്ത്രീയുടെ കയ്യിലും അവർക്ക് ആവശ്യമുള്ള പണം അവർക്ക് ഫെസിലിറ്റേറ്റിംഗ് ചാർജായിട്ടും ഓണറേറിയമായിട്ടും ഒക്കെ കൊടുക്കുവാനായിട്ട് ഇന്ന് സ്പിയാർട്സിന് സാധിക്കുന്നുണ്ട്. കാർഷികോപകരണങ്ങളുടെ സ്പോട്ട് ബുക്കിംഗ് സൗകര്യം, ഫലവൃക്ഷത്തൈകളുടെ വിതരണം, ഇരുചക്ര വാഹനങ്ങളുടെ വിതരണം എന്നിവയും നടന്നു. നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു. UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി, നഗരസഭ മുൻ ചെയർപേഴ്സൺ ബീന ജോബി, നഗരസഭ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീലാമ്മ ബേബി, സിജു ചക്കുമൂട്ടിൽ, രാജമ്മ രാജൻ, ബിന്ദു ലോഹിതാക്ഷൻ തുടങ്ങിയവർ സംസാരിച്ചു. വണ്ടിപ്പെരിയാർ തേങ്ങാക്കല്ലിൽ അനധികൃതമായി പ്രവർത്തിക്കുന്നുവെന്ന ആരോപണമുയർന്ന പാറമടയിൽ മൈനിംഗ് ആൻഡ് ജിയോളജി വിഭാഗത്തിന്റെയും റവന്യൂ വിഭാഗത്തിന്റെയും സംയുക്ത പരിശോധന നടന്നു. സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തോട് ചേർന്ന് അനധികൃത പാറ ഖനനം നടക്കുന്നുവെന്ന പരാതിയെ തുടർന്നായിരുന്നു പരിശോധന. വണ്ടിപ്പെരിയാർ തേങ്ങാക്കൽ 110 പുതുവരിലെ സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തോട് ചേർന്ന് അനധികൃത പാറ ഖനനം നടക്കുന്നുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ജില്ലാ ജിയോളജി ആൻഡ് മൈനിംഗ് വിഭാഗവും റവന്യൂ വിഭാഗവും പോലീസും സ്ഥലത്തെത്തി സംയുക്ത പരിശോധന നടത്തിയത്. തേങ്ങാക്കൽ 110 പുതുവരിൽ താമസക്കാരനായ ജീവ എന്ന വ്യക്തി അനുമതിയില്ലാതെ രാത്രികാലങ്ങളിലടക്കം നിരന്തരമായി പാറ പൊട്ടിച്ച ഇവിടെ നിന്നും കടത്തുന്നുണ്ടെന്നാണ് പരാതി. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. പരിശോധനയിൽ ഇയാൾ അനധികൃതമായാണ് പാറ ഖനനം ചെയ്തു വന്നിരുന്നതെന്ന് കണ്ടെത്തി. തുടർന്ന് സ്വകാര്യ വ്യക്തിക്കെതിരെ നിയമ നടപടികൾക്ക് നോട്ടീസ് നൽകി. മുൻപ് റവന്യൂ വിഭാഗം ഇവിടെ നടത്തിയ അന്വേഷണങ്ങളിൽ തനിക്ക് പാറ ഖനനത്തിന് അനുമതിയുണ്ടെന്ന് ഇയാൾ അറിയിക്കുകയും പിന്നീട് രേഖകൾ പുതുക്കേണ്ടതുണ്ടെന്ന കാരണവും കാണിച്ചായിരുന്നു അനധികൃത പാറ ഖനനം നടത്തി വന്നിരുന്നതെന്നാണ് പരാതി. മൂന്നാർ കുറ്റിയാർവാലിയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. കുടിവെള്ളക്ഷാമം പരിഹരിക്കാനുള്ള ഇടപെടൽ വേഗത്തിൽ ഉണ്ടാകണമെന്നാണ് കുടുംബങ്ങളുടെ ആവശ്യം. പലവിധ അടിസ്ഥാന സൗകര്യക്കുറവ് മൂലം പ്രയാസം അനുഭവിക്കുന്നതിനൊപ്പമാണ് കുടിവെള്ളക്ഷാമം കൂടി പ്രദേശത്തുണ്ടായിട്ടുള്ളത്. നിരവധിയായ തോട്ടം തൊഴിലാളികളാണ് മൂന്നാർ കുറ്റിയാർവാലിയിൽ താമസിക്കുന്നത്. ഈ പ്രദേശത്തിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യ വികസനമൊരുക്കുന്ന കാര്യത്തിൽ വേണ്ടത്ര ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്ന ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. ഇതിനൊപ്പമാണ് ഇപ്പോൾ പ്രദേശത്ത് കുടിവെള്ളക്ഷാമം കൂടി രൂക്ഷമായിട്ടുള്ളത്. தண்ணி இருக்கு கேட்டிங்களா, டாங்கி கட்டி ரொம்ப நாள் ஆச்சு. டாங்கி பராமரிப்பு கிடையாது. ஆனால் ஒரு டாங்கி மேலே ஒரு டாங்கியை கட்டிட்டு இங்கே இந்த டாங்கிக்கு தண்ணி வர மாட்டேங்குது. இதுதான் இங்கே நிலவரம். ஆனால் ஒரு நாளைக்கு ஒரு நாள் வீடு கூடிக்கிட்டு இருக்கு கேட்டிங்களா. இங்கிட்ட ஒரு 40 வீடு இருக்குது. ஒரு பகுதி டாங்கு தான் அதில் நிறையுது. தண்ணியே வரமாட்டேங்குது. ஆனால் தண்ணி இதை பராமரித்து കൊടുത്താൽ தண்ணி വരില്ല. കുടിവെള്ള വിതരണത്തിനായി ചില പദ്ധതികൾ ഒരുക്കിയിട്ടുണ്ടെങ്കിലും ഒന്നും വേണ്ട വിധം ഫലപ്രദമായിട്ടില്ലെന്ന് കുടുംബങ്ങൾ പറയുന്നു. 15 வருஷம் அந்த டாங்கி கட்டி சரியானபடி பராமரிப்பு இல்லை, பஞ்சாயத்து பராமரிப்பு இல்லை. இந்த வீட்டு பக்கம் இருக்குது, நான் எங்கள் வீடு தான். ஆனால் லீக்கும் இருக்குது, பைப்பில் ஒரு இதுவும் பண்ணுறதில்லை. அதனால் ஒரு பஞ்சாயத்து எங்களுக்கு நல்ல முறையில் செஞ்சு கொடுத்தா എല്ലാ വീട്ടിലും സപ്ലൈ கிடைக்கும். ചിലയിടങ്ങളിൽ പൈപ്പുകളില്ല. ഉള്ള പൈപ്പുകൾ തുരുമ്പെടുത്ത് നശിച്ചു. അങ്ങനെ പ്രശ്നങ്ങൾ വിവിധങ്ങളാണ്. പ്രശ്നത്തിൽ അടിയന്തര പരിഹാരം ആവശ്യപ്പെട്ട് പ്രദേശവാസികൾ വിവിധയിടങ്ങളിൽ പരാതി നൽകി കാത്തിരിക്കുകയാണ്. അടിമാലി ആനച്ചാൽ ടൗൺ കേന്ദ്രീകരിച്ച് പോലീസ് ഔട്ട്പോസ്റ്റ് വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. മൂന്നാറിലേക്കുള്ള യാത്രയിലെ ഇടത്താവളം എന്ന നിലയിൽ 100 കണക്കിന് സഞ്ചാരികളും വാഹനങ്ങളുമാണ് ആനച്ചാൽ ടൗണിൽ വന്നു പോകുന്നത്. ടൗണിലോ ഓഡിറ്റ് കയറ്റിലോ ഗതാഗതക്കുരുക്കുണ്ടായാൽ വേഗത്തിൽ പോലീസ് സേവനം ലഭ്യമാക്കാൻ പോലീസ് ഔട്ട്പോസ്റ്റിന്റെ സേവനം പ്രയോജനം ചെയ്യുമെന്നാണ് പ്രദേശവാസികളുടെ വാദം. വേഗത്തിൽ വളരുന്ന ടൗണുകളിലൊന്നാണ് ആനച്ചാൽ. ഇവിടം കേന്ദ്രീകരിച്ച് പോലീസ് ഔട്ട്പോസ്റ്റ് വേണമെന്ന ആവശ്യമാണ് പ്രദേശവാസികൾ മുമ്പോട്ട് വയ്ക്കുന്നത്. നിലവിൽ വെള്ളത്തുവൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ആനച്ചാൽ ടൗൺ ഉള്ളത്.
മൂന്നാറിലേക്കുള്ള യാത്രയിലെ ഇടത്താവളം എന്ന നിലയിൽ നൂറുകണക്കിന് സഞ്ചാരികളും വാഹനങ്ങളും ആനച്ചാൽ ടൗണിൽ വന്നു പോകുന്നുണ്ട്. നിരവധി റിസോർട്ടുകളും ഹോം സ്റ്റേകളും പ്രവർത്തിക്കുന്നതിനാൽ രാത്രികാലത്ത് പോലും ആനച്ചാൽ സജീവമാണ്. ഇത്തരം സാഹചര്യങ്ങൾ പരിഗണിച്ച് ടൗൺ കേന്ദ്രീകരിച്ച് പോലീസ് ഔട്ട്പോസ്റ്റ് ആരംഭിക്കാൻ നടപടി വേണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ആനച്ചാൽ നിവാസികളുടെ എല്ലാ സൗകര്യത്തിനും വേണ്ടി ഇവിടെ ഏത് സമയത്തും നന്നായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ആനച്ചാൽ. ആനച്ചാലിലെ ആൽത്തറ ജംഗ്ഷൻ ഇവിടെ ഏത് സമയത്തും വണ്ടികൾ ജാമാകും. ഇതിന് ഇപ്പോൾ സ്ഥിരമായിട്ട് ഒരു പോലീസ് എയ്ഡ് പോസ്റ്റ് ഇട്ടാൽ ഏറ്റവും നന്നായിരിക്കും. ഇടുങ്ങിയ ടൗൺ എന്ന നിലയിൽ ആനച്ചാലിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ്. ടൗണിലും ആടിറ്റുകയത്തിലുമടക്കം ഗതാഗതക്കുരുക്കുണ്ടായാൽ വേഗത്തിൽ പോലീസ് സേവനം ലഭ്യമാക്കാൻ പോലീസ് ഔട്ട്പോസ്റ്റിന്റെ സേവനം പ്രയോജനം ചെയ്യുമെന്നാണ് പ്രദേശവാസികളുടെ വാദം. രണ്ട് സ്ഥലങ്ങളിലും ഒരു സർക്കിളാണ് ശരിക്കും പറഞ്ഞത്. ആലിഞ്ചോട്ടിലും വേണം, ഈ സെൻട്രൽ ജംഗ്ഷനിലും വേണം. തലങ്ങും വിലങ്ങും വിട്ട് പോലീസുകാർ തന്നെ മടുത്ത് പോവുക. വന്നു കഴിഞ്ഞാൽ ഒരു പോലീസുകാരൻ വന്നാൽ അദ്ദേഹം മടുത്ത് പോകുക. കാരണം പറഞ്ഞ് കേൾക്കുന്നില്ല, തലങ്ങും വിലങ്ങും വണ്ടി പോവുകയാണ്. ഒരു കാരണവശാലും അരമണിക്കൂർ ഒരു മണിക്കൂറാണ് ഇവിടെ രണ്ടിടത്തും ബ്ലോക്ക് ചെയ്യുന്നത്. 8 ജംഗ്ഷനുണ്ട് ഇതിനിടയ്ക്ക് വരുന്നത്. ആനച്ചാലിൽ നല്ല 8 മുക്കെന്നാണ് ശരിക്കും ഇവിടെ പേര് വരേണ്ടത്. കാരണം ആ രീതിയിലാണ് ഇവിടെ ബ്ലോക്ക് വരുന്നത്. മണിക്കൂറുകളുള്ള ആടിറ്റി ജംഗ്ഷനിൽ നിന്ന് കയറുന്നു, മൂന്നാറിൽ നിന്ന് വരുന്നു, പിന്നെ ETC ജംഗ്ഷൻ. ഇപ്പോൾ ETC ഇഷ്ടംപോലെ റിസോർട്ടുകളുണ്ട്. അതുപോലെ തന്നെ ഈ പള്ളിയിൽ വിടുന്ന താടിയിൽ നിന്ന് കയറി വരുന്നു, തോക്കുപാറ ജംഗ്ഷനിൽ നിന്ന് വരുന്നു, ചെങ്കൽ ജംഗ്ഷനിൽ നിന്ന് വരുന്നു, ഇപ്പം നമ്മുടെ ആമക്കണ്ടം പ്രദേശത്ത് നിന്ന് വരുന്നു. ഇതെല്ലാം കൂടെ വന്നിട്ട് 1/2 കിലോമീറ്റർ ജംഗ്ഷനിലാണ് 8 ജംഗ്ഷനായിട്ട് വരുന്നത്. ആനച്ചാൽ ടൗണുമായി ചേർന്ന് കിടക്കുന്ന 2ാം മൈലിലും ഗതാഗതക്കുരുക്കുണ്ടാകുന്നത് പതിവ് സംഭവമാണ്. ഒരു ടൗണായിട്ട് മാറിക്കഴിഞ്ഞു. ഇവിടെ വലിയ ഏറ്റവും വലിയ പ്രതിസന്ധി വന്നത് വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്ഥലമില്ലായ്മയും വാഹനങ്ങളുടെ ഗതാഗത നിയന്ത്രണത്തിന് ആവശ്യമായ സർക്കാർ സംവിധാനങ്ങളില്ലാത്തതുമാണ് ഇവിടുത്തെ വലിയ പ്രതിസന്ധിയായിട്ട് മാറുകയാണ്. അതുപോലെ തന്നെ രാത്രി സമയങ്ങളൊക്കെ ടൂറിസ്റ്റുകൾ വന്ന 10-11 മണി വരെ സമയത്ത് ടൗണിൽ ആളുണ്ട്. അവിടെ സുരക്ഷിതത്വം വലിയ പ്രശ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് സർക്കാർ തലത്തിൽ നിന്നും പഞ്ചായത്ത് അധികാരികളുടെ ഭാഗത്തൊക്കെ നിലപാടുകൾ സ്വീകരിക്കാനും ആവശ്യമായ പോലീസിൻ്റെ സംരക്ഷണവും അവരുടെ പോലീസ് ഹെഡ് പോസ്റ്റുകൾ ഇവിടെ സ്ഥാപിക്കുന്നതുമായ ആവശ്യമായ നിലപാടുകൾ സ്വീകരിക്കണമെന്നുള്ള വളരെ ആനച്ചാലിൽ ഏറ്റവും അത്യാവശ്യമായൊരു ആവശ്യമായിട്ട് മാറിയിരിക്കുകയാണ്. അടിയന്തര സാഹചര്യത്തിൽ ഇവിടെയും വേഗത്തിൽ പോലീസിന്റെ സേവനം ലഭ്യമാകാൻ ആനച്ചാലിൽ പോലീസ് ഔട്ട്പോസ്റ്റ് ആരംഭിച്ചാൽ സാധ്യമാകും. പോളണ്ടിൽ ഉപരിപഠനം നടത്തുവാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സുവർണാവസരമൊരുക്കി കട്ടപ്പന ഇമിഗ്രന്റ് അക്കാദമി. സ്പോട്ട് അഡ്മിഷനിലൂടെ ബിരുദാനന്തരം ഉൾപ്പെടെ 12ഓളം കോഴ്സുകളിലേക്കാണ് അവസരമൊരുക്കിയത്. രാവിലെ 10 മുതൽ ITI ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന അക്കാദമിയുടെ ഹാളിൽ വെച്ചാണ് സ്പോട്ട് അഡ്മിഷൻ നടത്തിയത്. BSc നഴ്സിംഗ്, ബ്യൂട്ടി സയൻസ്, മിഡ് വൈഫറി, ക്ലിനിക്കൽ ന്യൂട്രീഷൻ ആൻഡ് ഡയബറ്റിക്സ്, ഇന്റർനാഷണൽ ബിസിനസ് മാനേജ്മെന്റ്, ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് എന്നീ ബിരുദ കോഴ്സുകളിലേക്കും MSc നഴ്സിംഗ്, ബ്യൂട്ടി സയൻസ്, ഇന്റർനാഷണൽ ടൂറിസം, ഇന്റർനാഷണൽ ബിസിനസ് മാനേജ്മെന്റ്, ക്ലിനിക്കൽ ന്യൂട്രീഷോണിയ ആൻഡ് ഡയബറ്റിക്സ്, ഫിസിയോതെറാപ്പി എന്നീ ബിരുദാനന്തര കോഴ്സുകളിലേക്കുമാണ് സ്പോട്ട് അഡ്മിഷൻ നടത്തിയത്. ഇമിഗ്രന്റ് അക്കാദമിയുടെ നേതൃത്വത്തിൽ ഇടുക്കി ജില്ലയിൽ കട്ടപ്പനയിൽ ആദ്യമായിട്ട് സ്പോട്ട് അഡ്മിഷൻ നടന്നിരിക്കുകയാണ്. പോളണ്ടിൽ നിന്ന് വന്നിരിക്കുന്ന വിൻസെന്റ് പോൾ യൂണിവേഴ്സിറ്റിയുടെ ഡെലിഗേറ്റ്സ് ഡയറക്റ്റ് വന്ന് കുട്ടികൾക്ക് അഡ്മിഷൻ ഓഫറാണ് ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇടുക്കിയിൽ കട്ടപ്പനയിൽ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഡെലിഗേറ്റ്സ് വന്നിരിക്കുന്നത്. ഇതിന് ധാരാളം ഓപ്പർച്യൂണിറ്റീസ് കുട്ടികൾക്കുണ്ട്. ഏകദേശം 2.5 ലക്ഷം രൂപയ്ക്ക് നഴ്സിംഗ് പഠിക്കുവാൻ വേണ്ടി സാധിക്കും. അത് കഴിഞ്ഞതിന് ശേഷം ആ യൂണിവേഴ്സിറ്റി തന്നെ കുട്ടികളെ UK പ്ലേസ്മെൻറ്റും ആക്കി കൊടുക്കുന്നുണ്ട്. ഒരുപാട് കുട്ടികൾ എത്തിക്കൊണ്ടിരിക്കുന്നു. ഒക്ടോബർ ഇൻടേക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് കുട്ടികൾ ഇപ്പോൾ സ്പോട്ട് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞു. ഇനിയും കുറച്ച് സീറ്റുകൾ ബാക്കിയുണ്ട്. അപ്പം ഇനിയും +2 കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികൾ അഡ്മിഷൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇമിഗ്രന്റ് അക്കാദമിയായിട്ട് ബന്ധപ്പെടുക. നഴ്സിംഗ് കോഴ്സുകൾക്ക് IELTS ആവശ്യമില്ല എന്നതിന് പുറമെ +2 പഠന സമയത്ത് ഏത് സ്ട്രീമിൽ പഠിച്ചവർക്കും ഈ സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കുവാൻ അവസരമൊരുക്കിയിരുന്നു. നിരവധി വിദ്യാർത്ഥികൾ സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുത്തു. പോളണ്ട് വിൻസെന്റ് പോൾ യൂണിവേഴ്സിറ്റി ഡെപ്യൂട്ടി ചാൻസലർ ഡൊറേട്ട, ഡയറക്ടർ ഓഫ് ഇന്റർനാഷണൽ റിലേഷൻസ് ഓഫീസർ മോണിക്ക എന്നിവരാണ് സ്പോട്ട് അഡ്മിഷന് എത്തിയത്. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഹൈറേഞ്ചിലെ കുട്ടനാടാണ് മുട്ടുകാട്. വിശാലമായ പാടശേഖരങ്ങൾ അവശേഷിക്കുന്ന ജില്ലയിലെ ചുരുക്കം ചില പ്രദേശങ്ങളിലൊന്ന്. നെൽകൃഷിയുടെ പ്രൗഢിക്കൊപ്പം സൂര്യകാന്തി കൃഷിയും മുട്ടുകാടിന് പരിചയപ്പെടുത്തുകയാണ് കർഷകനായ ജിജോ.
ഇടുക്കിയിലെ മിക്ക കർഷകരും നെൽകൃഷി ഉപേക്ഷിച്ചപ്പോഴും പാടശേഖരങ്ങൾ നിലനിർത്തിയവരാണ് മുട്ടുകാടുകാർ. കാലാവസ്ഥാ മാറ്റവും തൊഴിലാളി ക്ഷാമവും പ്രതിസന്ധി സൃഷ്ടിക്കുമ്പോൾ ടൂറിസത്തെ കൂട്ടുപിടിച്ച് വെല്ലുവിളികളെ അതിജീവിക്കുകയാണ് മുട്ടുകാടുകാർ. ടൂറിസം സംരംഭകനും കർഷകനുമായ ജിജോ സൂര്യകാന്തി കൃഷിയിലാണ് വിജയം കൈവരിച്ചിരിക്കുന്നത്. പഞ്ചായത്തിന്റെയും കൃഷിവകുപ്പിന്റെയും സഹകരണത്തോടെയാണ് കൃഷി. പൈസൻവാലി പഞ്ചായത്തിലെ മുട്ടുകാട് പാടത്ത് നമ്മുടെ പൂക്കളുടെ ഒരു വസന്തം വിരിയിച്ചിരിക്കുകയാണ്. എന്നാന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ ഒരു കൃഷിയാണ് ഇപ്പോൾ ചെയ്തു വരുന്നത്. നമ്മളിപ്പോൾ നെൽകൃഷി ചെയ്തു വരുന്നത് 2 കൃഷി ചെയ്തു വരുന്ന പാടമായിരുന്നു. വെള്ളത്തിൻ്റെ ക്ഷാമം മൂലം നമ്മൾ ഒരു കൃഷിയിലേക്ക് മാറി. അപ്പോൾ കുറച്ച് വെള്ളം വേണ്ട കൃഷികളായ ഈ സൂര്യകാന്തി പോലെയുള്ള പയർ പോലെയുള്ള കൃഷികളാണ് രണ്ടാമത് കൃഷിയായിട്ട് ചെയ്യുന്നത്. നമ്മുടെ ഈ കൃഷി എല്ലാവരെയും ഉൾപ്പെടുത്തി മുട്ടുകാട് പാടശേഖരം മുഴുവൻ ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. വെള്ളത്തിൻ്റെ ദൗർലഭ്യം പലരും ആ കൃഷിയിൽ നിന്ന് മാറി നിന്നു. എന്നാലും കുറേ കർഷകർ ചെയ്തു. അതിൽ നമുക്ക് ഇവിടെ ഇതിനു മുമ്പ് പാട്ടത്തിന് കൃഷി ചെയ്തത് ബാമ്പൂട്ടയിൽ എന്ന് പറഞ്ഞ സ്ഥാപനത്തിൻ്റെ ഉടമയായ ജിജോ ചേട്ടനായിരുന്നു ഇവിടെ ഈ കൃഷി ചെയ്തത്, ഈ നെൽകൃഷി ചെയ്തത്. അതിന് ശേഷം പുള്ളി വരുന്ന 1 ഏക്കർ വസ്തു പിന്നീട് നമ്മുടെ സൂര്യകാന്തി കൃഷിയിലേക്ക് വ്യാപിപ്പിച്ചു. സൂര്യകാന്തി കൃഷി ചെയ്തതിന് ശേഷം ഇവിടെ നിരവധിയായ ആളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ സൂര്യകാന്തി കൃഷി കാണുന്നതിനും അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഭംഗി ആസ്വദിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് നിരവധി ആളുകൾ വരുന്നുണ്ട്. വെള്ളത്തിൻ്റെ ദൗർലഭ്യം മൂലം പൂക്കൾ കുറച്ച് ചെറുതായിട്ടുണ്ട്. എന്നാലും അടുത്ത ഒരു മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ പൂക്കളുണ്ട്. പകുതിയാണ് ഇപ്പോൾ പൂക്കളുള്ളത്. ബാക്കി പൂക്കളും കൂടെ ഇനി ഉണ്ടാവാനിരിക്കുകയാണ്. മുട്ടുകാട്ടിലെ മുനിയറകളും പാടശേഖരവും ആസ്വദിക്കുന്നതിനൊപ്പം സൂര്യകാന്തി പാടശേഖരവും കാണാൻ നിരവധി ആളുകളാണ് എത്തുന്നത്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ശാന്തൻപാറ കാർഡമം പ്ലാന്റേഴ്സ് അസോസിയേഷൻ ഏലക്കാലയിലെ വിവരം. ആകലോട്ട് 110, വിൽപ്പനയ്ക്ക് വന്നത് 21,913, വിൽപ്പന നടന്നത് 21,913. കൂടിയ വില 2,686, ശരാശരി വില 2,008. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 590 രൂപ, ഏലം കൂടിയ വില 2,100, ഏലം ശരാശരി വില 1,800. കാപ്പിപ്പരിപ്പ് 330, ഗ്രാമ്പു 950, കൊക്കോ 300, റബ്ബർ 180. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 6,575 രൂപ, വെള്ളി 83. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ചിന്നക്കനാലിൽ ഇരുചക്രവാഹനം അപകടത്തിൽപ്പെട്ട് കുട്ടിയടക്കം ഒരു കുടുംബത്തിലെ 3 പേർ മരിച്ചു. മരിച്ചത് തിടിനഗർ സ്വദേശികളായ ജിൻസി, അഞ്ജലി, അഞ്ജലിയുടെ മകൾ അമയ എന്നിവർ. നിയന്ത്രണം നഷ്ടമായ വാഹനം അപകടത്തിൽപ്പെട്ടത് ചിന്നക്കനാൽ ടാങ്ക് കുട്ടിക്ക് സമീപം.
മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ജില്ലാ കളക്ടർ ഷീബ ജോർജിന്റെ നേതൃത്വത്തിൽ ജില്ലാതല വകുപ്പ് മേധാവികളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിമാരുടെയും യോഗം നടന്നു. മഴക്കാലത്ത് ഡെങ്കി അടക്കമുള്ള കൊതുകുജന്യ രോഗങ്ങൾ ജില്ലയിൽ പടരുന്നത് ഒഴിവാക്കാൻ വിട്ടുവീഴ്ചയില്ലാത്ത മുന്നൊരുക്കങ്ങൾ നടത്തുമെന്ന് ജില്ലാ ഭരണകൂടം. ഹൈക്കോടതി നിയോഗിച്ച അരിക്കൊമ്പൻ വിദഗ്ധ സമിതിക്കെതിരെ വിമർശനവുമായി അതിജീവന പോരാട്ട വേദി. ഹൈറേഞ്ചിൽ നിന്നും കർഷകരെ കുടിയിറക്കുന്നതിന് ശ്രമിക്കുന്ന വിവിധ ഗ്രൂപ്പുകളിൽപ്പെട്ടവരെയാണ് വിദഗ്ധ സമിതി എന്ന പേരിൽ ഹൈക്കോടതി നിയോഗിച്ചതെന്ന് അതിജീവന പോരാട്ട വേദി ചെയർമാൻ റസാഖ് ചൂരവേലിൽ. തികച്ചും അശാസ്ത്രീയമായ റിപ്പോർട്ടാണിപ്പോൾ വിദഗ്ധ സമിതി ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളതെന്നും ആരോപണം. അടിമാലി മാർക്കറ്റിൽ പ്രവർത്തിച്ചിരുന്ന പഞ്ചായത്തിന്റെ അറവുശാല അടച്ചു. നടപടി അറവുശാല പ്രവർത്തിപ്പിച്ചു വന്നിരുന്നയാൾ അറവ് മാലിന്യങ്ങൾ സമീപത്തെ ജലസ്രോതസ്സിലേക്ക് ഒഴുക്കിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് മാലിന്യം നീക്കം ചെയ്യാൻ അറവുശാല നടത്തിപ്പുകാരന് നിർദ്ദേശം നൽകിയതായും അല്ലാത്തപക്ഷം നിയമ നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.